നമസ്കാരം വിദ്യാർത്ഥികളെ, വെൽഡർ ട്രേഡിലേക്ക് സ്വാഗതം. നമ്മുടെ പഠനത്തിന്റെ തുടർച്ചയിൽ ഈ ടോപ്പിക്കിൽ ഓക്സി അസിറ്റിലിൻ വെൽഡിംഗ് പ്രോസസ് ഉപയോഗിച്ച് 50 mm × 3 mm WT ഉള്ള ഒരു MS പൈപ്പ് ഉപയോഗിച്ച് MS പ്ലേറ്റിൽ ഒരു ഫ്ലാങ്ക് ജോയിന്റിന്റെ മാർക്കിംഗ്, കട്ടിംഗ് എന്നിവയുടെ പ്രിപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ലക്ഷ്യങ്ങൾ: 3 മില്ലിമീറ്റർ കട്ടിയുള്ള ഒരു മുഴുവൻ നീളമുള്ള MS ഷീറ്റ് എടുക്കുക. ഒരു ചതുരാകൃതിയിലുള്ള പ്ലേറ്റിൽ ഇന്റേണൽ എക്സ്റ്റേണൽ സർക്കിളുകൾ അടയാളപ്പെടുത്തുക. ഓക്സി അസറ്റിലിൻ ഗ്യാസ് കട്ടിംഗ് ഉപയോഗിച്ച് ഇന്റേണൽ എക്സ്റ്റേണൽ സർക്കിളുകൾ മുറിക്കുക. ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് പ്ലേറ്റ് വൃത്തിയാക്കുക. ഏതെങ്കിലും എക്സ്റ്റേണൽ ഡീഫോർമാലിറ്റീസ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇപ്പോൾ ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് പ്രക്രിയ ഉപയോഗിച്ച് 50 mm × 3 mm വാൾ തിക്നെസ് ഉള്ള MS പൈപ്പ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നതിനും മുറിക്കുന്നതിനും ഒരു MS പ്ലേറ്റിൽ ഫ്ലാഞ്ച് ജോയിന്റ് തയ്യാറാക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ നോക്കാം. സ്റ്റീൽ റൂൾ, സ്ക്രൈബർ, പ്രിക് പഞ്ച്, ബോൾ പീൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബ്ലിഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, പ്രോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, ഇലക്ട്രോഡ് കേബിളും എർത്ത് കേബിളും, ഇലക്ട്രോഡ് ഹോൾഡർ, ഇലക്ട്രോഡ്, വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ, SMAW വെൽഡിംഗ് പ്ലാൻ മെഷീനും അവയുടെ സജ്ജീകരണ ആക്സസറികളും, വെൽഡ് ഗേജ്, സർക്കിൾ കട്ടിംഗ് ഗൈഡ്, മാർക്കിംഗ് മെറ്റീരിയൽ, സി ക്ലാമ്പ്. ഇനി ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് 50 mm × 3 mm വാൾ തിക്നെസ് ഉള്ള 1F MS പൈപ്പ് ഉപയോഗിച്ച് MS പ്ലേറ്റിൽ ഒരു പൈപ്പ് ഫ്ലാഞ്ച് ജോയിന്റിനുള്ള വെൽഡിംഗ് തയ്യാറെടുപ്പുകൾ നോക്കാം. 3 മില്ലിമീറ്ററോളം കട്ടിയുള്ള മുഴുവൻ നീളമുള്ള MS ഷീറ്റ് എടുത്ത് ആരംഭിക്കുക. MS പ്ലേറ്റിൽ ചോക്ക് പോലുള്ള മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. റൂളറും സ്ക്രൈബറും ഉപയോഗിച്ച് 100 mm നീളവും 100 mm വീതിയുമുള്ള കട്ടിംഗ് സൈസ് അടയാളപ്പെടുത്തുക. ഒരു പ്രിക് പഞ്ചും ഹാമറും ഉപയോഗിച്ച് ലൈനിൽ പഞ്ച് മാർക്ക് ചെയ്യുക. വെൽഡിംഗ് ടേബിളിൽ ഹാൻഡ് ഷീറിംഗ് മെഷീൻ സജ്ജമാക്കുക. അടയാളപ്പെടുത്തിയ ഷീറ്റ് ഷീറിംഗ് മെഷീനിൽ വെക്കുക. കട്ടിംഗ് ലൈൻ ആക്സിസിന്റെ ലൈനിൽ ഷീറ്റ് പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഹാൻഡിലിൽ സാവധാനം പ്രഷർ അപ്ലൈ ചെയ്യുകയും കട്ടിംഗ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് പോകുന്നതെന്ന് ഉറപ്പാക്കുകയും വേണം. മുറിക്കുമ്പോൾ ഷീറ്റ് വികൃതമാകുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഏതെങ്കിലും ഡിസ്റ്റോർഷൻ സംഭവിച്ചാൽ അത് അൻവില്ലിൽ വെച്ച് ഒരു ചുറ്റിക ഉപയോഗിച്ച് ഡിസ്റ്റോർഷൻ നീക്കം ചെയ്യണം. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് പ്ലേറ്റിന്റെ ചതുരാകൃതി പരിശോധിക്കുക. എണ്ണ, ഗ്രീസ്, അഴുക്ക് എന്നിവ നീക്കി ഷീറ്റ് വൃത്തിയാക്കുക. ഓക്സി അസറ്റിലിൻ വെൽഡിംഗ് പ്രോസസ് ഉപയോഗിച്ച് ഒരു പൈപ്പ് ഫ്ലാഞ്ച് ജോയിന്റിനായി 50 mm × 3 mm WT ഉപയോഗിച്ച് MS പ്ലേറ്റിന്റെയും MS പൈപ്പിന്റെയും കട്ടിംഗ് പ്രക്രിയ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. വെൽഡിംഗ് ടേബിളിന് മുകളിൽ ഷീറ്റ് വയ്ക്കുക. സർക്കിൾ വരയ്ക്കുന്നതിന് ഒരു സ്പ്രിംഗ് ഡിവൈഡർ റെഡിയാക്കി വയ്ക്കുക.
സ്പ്രിംഗ് ഡിവൈഡർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അളവുകൾ മാർക്ക് ചെയ്യുന്നതിന് മാർക്കറും സ്ക്രൈബറും റെഡിയാക്കി വയ്ക്കുക. 3 mm കനമുള്ള സ്ക്വയർ പ്ലേറ്റിന്റെ സെന്റർ കണ്ടെത്തുന്നതിന് 2 ഡയഗണലുകൾ വരച്ച് ഒരു ഡോട്ട് പഞ്ച് ഉപയോഗിച്ച് ഈ ഡയഗണലുകൾ കൂടിച്ചേരുന്ന പോയിന്റിൽ ഒരു ഡോട്ട് ഉണ്ടാക്കുക. അതിനായി ഒരു ഡോട്ട് പഞ്ച് ഉപയോഗിക്കുക. ഒരു സ്പ്രിംഗ് ഡിവൈഡർ ഉപയോഗിച്ച് സ്ക്വയർ പ്ലേറ്റിന്റെ മധ്യഭാഗത്ത് 25 mm റേഡിയസ് ഉള്ള ഒരു വൃത്തവും 45 mm റേഡിയസ് ഉള്ള മറ്റൊരു വലിയ വൃത്തവും വരച്ച് 2 സർക്കിളുകളുടെ ചുറ്റളവിൽ പഞ്ച് മാർക്ക് ചെയ്യുക. MS പ്ലേറ്റ് മുറിക്കുന്നതിന് അസെറ്റ്ലീൻ ഗ്യാസ് 0.15 kg/cm² ആയും ഓക്സിജൻ ഗ്യാസ് 1.5 kg/cm² എന്നിങ്ങനെ പ്രഷർ സജ്ജമാക്കുക. ന്യൂട്രൽ ഫ്ലെയിം ഉപയോഗിച്ച് പ്ലേറ്റിന്റെ ഏതെങ്കിലും അരിക് റെഡ് ഹോട്ട് കണ്ടീഷനിൽ എത്തുന്നതുവരെ ചൂടാക്കുക. ഓക്സിജൻ കട്ടിംഗ് ലിവർ അമർത്തി വലിയ വൃത്തത്തിന്റെ പഞ്ച് അടയാളപ്പെടുത്തിയ ചുറ്റളവ് എത്തുന്നതുവരെ പ്ലേറ്റിന്റെ അരികിൽ നിന്ന് മാനുവലായിട്ട് ടോർച്ച് നീക്കുക. ഇപ്പോൾ ഒരു റോളർ ഗൈഡും സർക്കിൾ കട്ടിംഗ് അറ്റാച്ച്മെന്റും ഉപയോഗിച്ച് 90 mm വ്യാസമുള്ള വലിയ എക്സ്റ്റേണൽ സർക്കിൾ മുറിക്കാൻ ആരംഭിക്കുക. പിയേഴ്സ്ഡ് ഹോളിൽ നിന്ന് മുന്നോട്ട് ടോർച്ച് നീക്കുക. ഒരു ചെറിയ സർക്കിൾ കട്ടിംഗ് അറ്റാച്ച്മെന്റ് ഉപയോഗിച്ച് 50 mm ഡയാ ഹോൾ കട്ടിംഗ് പൂർത്തിയാക്കുക. അകത്തെ സർക്കിൾ മുറിക്കുന്നതിന് ആദ്യം 50 mm ഡയയുടെ സർക്കിൾ ചുറ്റളവിൽ 10 mm ഒരു ചെറിയ ദ്വാരമുണ്ടാക്കുക. പിയേഴ്സ്ഡ് ഹോൾ ചുറ്റളവിലേക്ക് ടോർച്ച് നീക്കുക. ഒരു ചെറിയ സർക്കിൾ കട്ടിംഗ് അറ്റാച്ച്മെന്റ് ഉപയോഗിച്ച് 50 mm ഡയ ഹോൾ കട്ടിംഗ് പൂർത്തിയാക്കുക. സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് മുറിച്ച അറ്റങ്ങൾ വൃത്തിയാക്കുക. ഒരു ഹാഫ് റൗണ്ട് ഫയൽ ഉപയോഗിച്ച് മുറിച്ച അരികുകളുടെ അകത്തെ ഫേസ് ഫയൽ ചെയ്യുക. ഈ വിഷയത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്നുകൂടെ നോക്കിയാലോ. 3 mm കട്ടിയുള്ള ഒരു ഫുൾ ലെങ്ത് MS ഷീറ്റ് ഒബ്റ്റെയിൻ ചെയ്യുക. ഒരു ചതുരാകൃതിയിലുള്ള പ്ലേറ്റിൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സർക്കിൾസ് അടയാളപ്പെടുത്തുക. ഓക്സി അസിറ്റിലിൻ ഗ്യാസ് കട്ടിംഗ് ഉപയോഗിച്ച് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സർക്കിൾസ് മുറിക്കുക. ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് പ്ലേറ്റ് വൃത്തിയാക്കുക. ഏതെങ്കിലും എക്സ്റ്റേണൽ ഡിഫോർമിറ്റീസ് ഉണ്ടോ എന്ന് പരിശോധിക്കുക.